ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആ ഒരു റെസിപ്പി അറിയണ്ടേ? നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ റെഡിയാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ചൂടുകെട്ടുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉഴുന്നിട്ട് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതൊന്ന് കോരി മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 മതി, ചെറുതാക്കി മുറിച്ചിട്ടാൽ മതി. ചെറുതാണെങ്കിൽ 3 എടുക്കുക കേട്ടോ. അത് നമ്മുടെ വെളുത്തുള്ളിയുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇത് മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറായാൽ മാത്രം മതി. ഇനി വെളുത്തുള്ളിയും കൂടെ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. കാശ്മീരി മുളകാണെങ്കിൽ ഒരു 4-5 എടുക്കാം. ഇത് നോർമൽ മുളകായതുകൊണ്ട് അത്യാവശ്യം എരിയുണ്ട്, അതുകൊണ്ട് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. ഇനി ഈ സവോള ഇതുപോലെ മുഞ്ചാക്കി ഒന്ന് കട്ട് ചെയ്താണ്, പക്ഷേങ്കിൽ അതെല്ലാം അടന്നു പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചും മറിച്ചിട്ട് എടുക്കാനായിട്ട് എളുപ്പമാണ്. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ അത് എല്ലാം തന്നെ അതിനകത്ത് നിന്ന് വിട്ടു പോയതുകൊണ്ട് പിന്നെ ഞാനൊന്ന് ഇളക്കി ഒന്ന് സെറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയ സമയത്ത് പെട്ടെന്ന് കോരി മാറ്റാണ്. ഇനിയിപ്പോൾ അതെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്ന്, വെളുത്തുള്ളി, വറ്റൽമുളക്, ഉള്ളി, തക്കാളി, ഇത്രയാണ് കേട്ടോ. അത് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ സവോളയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇനി അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം കേട്ടോ. പച്ചമണം ഒക്കെ ഒന്ന് പോയി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. വാട്ടിയെടുക്കുമ്പോഴതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തവണയെങ്കിലും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.